സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. വിക്രമാദിത്യ മഹാരാജാവിനോട് വേതാളം പറയുന്ന 10ാമത്തെയും 11ാമത്തെയും കഥകളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ എടുത്ത് തോളിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി. മഗധ രാജ്യത്തിലെ കോടീശ്വരപുത്രിയായിരുന്നു സത്യവതി. ചെറുപ്പം മുതലേ അവളും സഹോദരനും മനശാലി എന്നൊരു കുട്ടിയോടൊപ്പമാണ് കളിച്ചു വളർന്നത്. മനശാലിക്ക് സത്യവതിയെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ സുഹൃത്തിൻ്റെ സഹോദരിയോട് ഇക്കാര്യം സംസാരിക്കാൻ അയാൾക്ക് മടിയുണ്ടായിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ സത്യവതിയുടെ വിവാഹം നിശ്ചയിച്ചു. അക്കാര്യം അറിഞ്ഞ മനശാലി ഏറെ വ്യാകുലപ്പെട്ടു. തനിക്ക് സത്യവതിയോട് അനുരാഗമുണ്ടായിരുന്നെന്നും അക്കാര്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ലെന്നും മനശാലി പറഞ്ഞത് കേട്ടപ്പോൾ സത്യവതിക്കും സങ്കടം തോന്നി. ഇനി ഒന്നും പറഞ്ഞിട്ടു കാര്യമില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞു, നമുക്ക് ഇക്കാര്യം മറന്നു കളയാം, സത്യവതി പറഞ്ഞു. ജീവിതത്തിൽ ഒരു നാളെങ്കിലും നമുക്ക് ഭാര്യാഭർത്താക്കന്മാരെ പോലെ കഴിയണം. ആ ഒരു ആഗ്രഹമെങ്കിലും നീ എനിക്ക് സാധിപ്പിച്ചു തരണം, മനശാലി പറഞ്ഞു. ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടിയേ തനിക്ക് ഇനി എന്തെങ്കിലും പ്രവർത്തിക്കാനാവൂ എന്നും വിവാഹത്തിനു ശേഷം ഭർത്താവിനോട് താൻ ഇക്കാര്യം പറഞ്ഞ് സമ്മതം വാങ്ങാമെന്നും സത്യവതി ഉറപ്പിച്ചു പറഞ്ഞു. വിവാഹം നിശ്ചയിച്ച തീയതിക്കു തന്നെ നടന്നു. നല്ല സ്നേഹമുള്ള ഭർത്താവായിരുന്നു അവൾക്ക് ലഭിച്ചത്. ഒരു നാൾ അവൾ ഭർത്താവിനോട് മനശാലിയെപ്പറ്റി പറഞ്ഞു. അവളുടെ സത്യസന്ധതയിൽ ബഹുമാനം തോന്നിയ ഭർത്താവ് അവളോട് നൽകിയ വാക്ക് പാലിക്കാൻ ആവശ്യപ്പെട്ടു. ഭർത്താവിൻ്റെ സമ്മതം കിട്ടിയപ്പോൾ സത്യവതി മനശാലിയെ കാണാൻ പുറപ്പെട്ടു. എന്നാൽ മാർഗമധ്യേ ഒരു കൊള്ളക്കാരൻ അവളെ തടഞ്ഞു നിർത്തി. ആഭരണങ്ങളും പണവുമെല്ലാം കവർന്നെടുത്ത് അവളെ വധിക്കാനായിരുന്നു അയാളുടെ ഉദ്ദേശം. തൽക്കാലം തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നും തൻ്റെ സുഹൃത്തിനെ കാണാനായി ഭർത്താവിൻ്റെ അനുവാദം വാങ്ങി പോവുകയാണെന്നും മടങ്ങി വരുമ്പോൾ അയാളെ കാണാമെന്നും സത്യവതി പറഞ്ഞു. കൊള്ളക്കാരൻ അനുവദിച്ചു. സത്യവതി നേരെ മനശാലിയുടെ സമീപമെത്തി. പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറായ സത്യവതിയോട് മനശാലിക്ക് ആദരവ് തോന്നി. തന്നോടൊപ്പം കഴിയണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് മനശാലി അവളെ ഉടൻ തന്നെ ഭർതൃഗൃഹത്തിലേക്ക് മടക്കി അയച്ചു. മടങ്ങിപ്പോകും വഴി അവൾ കൊള്ളക്കാരനെ കണ്ടു. താൻ വാക്കുപാലിക്കാൻ തയ്യാറായാണ് വന്നതെന്ന് അവൾ പറഞ്ഞു. അവളുടെ ആത്മാർത്ഥതയിലും സത്യവ്രതത്തിലും കൊള്ളക്കാരനും ബഹുമാനം തോന്നി. ആ ക്ഷണത്തിൽ തന്നെ അവളെ വന്ദിച്ച് സഹോദര നിർവിശേഷമായ വാത്സല്യത്തോടെ അവളെ ഭർതൃഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു. വിവരമെല്ലാം കേട്ടപ്പോൾ ഭർത്താവിന് വലിയ സന്തോഷമുണ്ടായി. തൻ്റെ പത്നിയുടെ ചാരിത്ര്യം കളങ്കിതമല്ലെന്നറിഞ്ഞപ്പോൾ അവളോടുള്ള ആദരവും സ്നേഹവും വർദ്ധിച്ചു. കഥ നിർത്തിയിട്ട് വേതാളം ചോദിച്ചു. തൻ്റെ വാക്കുപാലിക്കാൻ എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറായ സത്യവതി, ഭാര്യയുടെ സത്യവ്രതഭംഗം ഉണ്ടാകാതിരിക്കാൻ തൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കാൻ തയ്യാറായ ഭർത്താവ്, തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയെ അപമാനിക്കാതെ ആദരവ് നൽകി അയച്ച മനശാലി, കവർച്ച നടത്താതെയും ഉപദ്രവിക്കാതെയും സൗമനസ്യത്തോടെ അവളെ മടക്കി വീട്ടിൽ വിട്ട കൊള്ളക്കാരൻ, ഇവരിൽ ആരുടെ പ്രവൃത്തിയാണ് കൂടുതൽ ശ്രേഷ്ഠം? വേതാളത്തിൻ്റെ ചോദ്യം കേട്ട് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. മറ്റെല്ലാവരും തന്നെ സത്യവതിയെ അറിഞ്ഞവരും അവളെ ആദരിക്കുന്നവരുമാണ്. എന്നാൽ ക്രൂരനായ കൊള്ളക്കാരൻ മാന്യമായി പെരുമാറിയത് അത്ഭുതമുണ്ടാക്കുന്നു. മനസ്സാക്ഷിയില്ലെന്ന് നാം വിചാരിക്കുന്ന കൊള്ളക്കാരൻ ഇവിടെ അന്തസ്സോടെ പ്രവർത്തിച്ചിരിക്കുന്നു. തീർച്ചയായും അയാളുടെ പെരുമാറ്റം തന്നെ ഏറെ ശ്രേഷ്ഠം, വിക്രമാദിത്യൻ മറുപടി പറഞ്ഞതും വേതാളം തൻ്റെ ബന്ധനം വിടുവിച്ച് ഓടിയതും ഒപ്പം കഴിഞ്ഞു. വീണ്ടും നാടകം ആവർത്തിച്ചു. ഓടിപ്പോയ വേതാളത്തെ വീണ്ടും വിക്രമാദിത്യൻ ബന്ധിച്ചു കൊണ്ടുവന്നു. വേതാളം മറ്റൊരു കഥ തുടങ്ങി. ഒരു രാജാവിന് 3 റാണിമാർ, 3 പേരും സുന്ദരികൾ. ഇവരിൽ ഏറ്റവും ലോല ശരീരമണി ആരെന്നറിയാൻ രാജാവിന് കൗതുകമുണ്ടായിരുന്നു. ഒന്നാമത്തെ റാണി ഒരു നാൾ
കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ രാജാവിനോടൊത്ത് സ്വരസല്ലാപം നടത്തിയിരിക്കുകയായിരുന്നു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ. അല്പനേരം നിലാവെളിച്ചത്തിൽ ഇരുന്നപ്പോഴേക്കും റാണിയുടെ ശരീരം തളർന്നു. തോഴിമാർ ഓടി വന്ന് പനിനീർ തളിച്ചു, ചന്ദനം ലേപനം ചെയ്തു. അപ്പോഴേക്കും റാണിയുടെ തളർച്ച മാറി. ചന്ദ്രൻ്റെ പ്രകാശം ഇത്ര തീക്ഷ്ണമോ എന്ന് രാജാവ് ശങ്കിച്ചു. മറ്റൊരു ദിവസം പൂന്തോട്ടത്തിൽ കാറ്റുകൊണ്ടിരുന്ന നേരം രണ്ടാമത്തെ റാണി തളർന്നു വീണു. ഒരു വണ്ട് സമീപത്തുകൂടി മൂളിപ്പറന്നതായിരുന്നു രാജ്ഞിയെ തരളിതയാക്കിയത്. പൂവിനെപ്പോലും ഭയപ്പെടുത്താത്ത വണ്ടിൻ്റെ മുരളൽ റാണിയുടെ ശരീരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ റാണി ഒരു നാൾ രാജാവുമൊത്ത് സംസാരിച്ചുകൊണ്ട് കൊട്ടാരമുറ്റത്ത് ഉലാത്തുകയായിരുന്നു. അങ്ങു താഴെ ഉരപ്പുരയിൽ ആരോ നെല്ലുകുത്തുന്ന ശബ്ദം കേൾക്കായി. ഉരലിൽ ഉലക്ക ചെന്ന് വീഴുന്ന ശബ്ദം കേട്ട് റാണി അസ്വസ്ഥയായി ചെവിപൊത്തി. അവൾക്കത് താങ്ങാനായില്ല. തൻ്റെ പത്നിമാർ മൂവരും അതിമൃദുലകളും തരളിതഗാത്രിമാരുമാണെന്ന് രാജാവിന് മനസ്സിലായി. പക്ഷേ ഇവരിൽ ഏറ്റവും മൃദുല ആരാണെന്നായിരുന്നു രാജാവിൻ്റെ ചിന്ത. കഥ പൂർത്തിയാക്കി വേതാളം അതേ ചോദ്യം വിക്രമാദിത്യനോട് ചോദിച്ചു. ഈ റാണിമാരിൽ ഏറ്റവും മൃദുലമായ ശരീരം ആരുടേതാണ്? ചന്ദ്രകിരണങ്ങൾ ശരീരത്ത് വീഴുന്നതും ചെവിയുടെ അരികിലെത്തി വണ്ട് മൂളുന്നതും അസ്വസ്ഥത ഉണർത്താം. എന്നാൽ അകലെ നെല്ലുകുത്തുന്ന ശബ്ദം കേട്ട് മോഹാലസ്യപ്പെടുന്ന ശരീരം അതിമൃദുലം തന്നെ. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. അടുത്ത നിമിഷം വേതാളം പിടിപിടിവെച്ച് പാഞ്ഞു.